നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വാവ്, എന്തൊരു തീപ്പൊരി പോരാട്ടമാണ് ജപ്പാനും ബ്രസീലും തമ്മിൽ നടന്നത്. കിടിലൻ പോരാട്ടം. പക്ഷേ ഒടുവിൽ അനിവാര്യമായത് സംഭവിച്ചു. ബ്രസീൽ തന്നെ കളി വിജയിച്ച് കയറുകയും ചെയ്തു. കളിയിൽ ആധിപത്യം ബ്രസീൽ തന്നെയായിരുന്നു. ജപ്പാൻ കുറേ ഡിഫെൻഡ് ചെയ്ത് നിന്നു എന്നതാണ് പ്രധാനമായിട്ടുള്ള. ഒരു ഗോൾ അടിച്ചു, പിന്നെ അവരധികം ഡിഫെൻഡ് ചെയ്താണ് നിന്നത്. കളിയിൽ 69% ബോൾ പൊസിഷൻ ബ്രസീലിനായിരുന്നു. മറുഭാഗത്ത് 31% ഉണ്ടായിരുന്നുള്ളൂ. എക്സ്പെക്റ്റഡ് ഗോളും ബ്രസീലിനാണ്, അതായത് അറ്റാക്ക് കൂടുതൽ നടത്തിയതും ബ്രസീലാണ്. 1.72 ആണ്. മറുഭാഗത്ത് 0.23 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിഗ് ചാൻസുകൾ ബ്രസീൽ 4 ക്രിയേറ്റ് ചെയ്തപ്പോൾ ജപ്പാൻ 0. 19 ഷോട്ടുകൾ ടോട്ടൽ ബ്രസീൽ അടിച്ചപ്പോൾ മറുഭാഗത്ത് ആകെ 5 ഷോട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. ബ്രസീലിൻ്റെ ഗോൾ കീപ്പർക്ക് ഒരു സേവാണ് നടത്തേണ്ടി വന്നെങ്കിൽ മറുഭാഗത്ത് 4 സേവുകൾ നടത്തേണ്ടി വന്നു. ബ്രസീലിൽ 6 കോർണർ കിക്കുകൾ, മറുഭാഗത്ത് 2 കോർണർ കിക്കുകളേ ഉള്ളൂ. ബ്രസീൽ 4 തവണയെ ഫൗൾ ചെയ്തുള്ളെങ്കിൽ ജപ്പാൻ ബ്രസീലുകാരെ 13 തവണ ഫൗൾ ചെയ്ത് വീഴ്ത്തി. അങ്ങനെ എല്ലാ കാര്യത്തിലും ബ്രസീൽ തന്നെയാണ് ആധിപത്യം. 682 പാസുകൾ ബ്രസീൽ കൊടുത്തു. 315 പാസേ മറുഭാഗത്തുള്ളൂ. ബ്രസീലിന് 13 ഫ്രീ കിക്കുകളും മറുഭാഗത്ത് 4 ഫ്രീ കിക്കുകളേ ഉള്ളൂ. എല്ലാം കൊണ്ടും ബ്രസീൽ ആധിപത്യം പുലർത്തിയ ഒരു കളി തന്നെയാണിത്. ഇനി അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ജപ്പാന് അവർക്ക് കൃത്യമായൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. ബ്രസീലിനെതിരെ ഒരു ഗോൾ അടിച്ചപ്പോൾ പിന്നീട് അവർ 11 പേരെയും പിൻവലിച്ചുകൊണ്ട്, അതായത് സ്വന്തം ബോക്സിലേക്ക് പിൻവലിച്ചുകൊണ്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനാണ് ശ്രമിച്ചത്. അത് പക്ഷേ ബ്രസീൽ പോലൊരു ടീമിനോട് എത്രത്തോളം സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. രണ്ടാം പകുതിയിൽ ബ്രസീൽ ആവുകയും ചെയ്തതോടുകൂടി ജപ്പാന് ഏത് നിമിഷവും ഗോൾ വഴങ്ങുന്ന അവസ്ഥയിലേക്ക് അവരുടെ ഗോൾമുഖം ആടി ഉലഞ്ഞു. പലവട്ടം അവരുടെ ഗോൾ കീപ്പറുടെ സേവിലാണ് അവർ രക്ഷപ്പെട്ടൊക്കെ പോയത്. അതിൽ ഒടുവിൽ അനിവാര്യമായത് സംഭവിച്ചു. ഇനി ഈ കളിയിലെ പ്ലെയർ റേറ്റിംഗിലേക്ക് ഒന്ന് പോയാൽ ബ്രസീലിൻ്റെ താരങ്ങളുടെ മൊത്തം പ്രകടനത്തിന് റേറ്റിംഗ് 7.07, ജപ്പാൻ്റെ മൊത്തം താരങ്ങളുടെ മൊത്തം പ്രകടനത്തിന് റേറ്റിംഗ് 6.69. ഇനി ബ്രസീലിൻ്റെ ഓരോ താരങ്ങളുടെയും റേറ്റിംഗിലേക്ക് നമ്മൾ പോയാൽ ഗോൾ കീപ്പർ ആലിസൺ ബക്കറുടെ റേറ്റിംഗ് 6.3. ഡിഫൻസിൽ ഡാനിയിലോ അത്ര മികച്ചൊരു പ്രകടനം നടത്തിയെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് യെല്ലോ കാർഡ് കിട്ടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 5.9. മാർക്കിഞ്ഞോസ് 7.8, ഗബ്രിയൽ മഗലസ് 7.8, ഡഗ്ലസ് സാന്റോസ് 7.4. മധ്യനിരയിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുയിമറസ് മികച്ച പ്രകടനം നടത്തി. അദ്ദേഹത്തിൻ്റെ വക അസിസ്റ്റ് ഉണ്ടായിരുന്നു. റേറ്റിംഗ് 7.4. കാസമിറോയുടെ റേറ്റിംഗ് 8. അദ്ദേഹം ഒരു ഗോൾ അടിച്ചു. പക്ഷേ ആദ്യ പകുതിയിൽ ഒരു യെല്ലോ കാർഡൊക്കെ കണ്ടിരുന്നു. അത്ര മികച്ചൊരു പ്രകടനം എന്ന് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ ആ ഒരു ഗോളോട് കൂടി അദ്ദേഹം കാര്യങ്ങൾ മാറ്റിമറിച്ചു. മോശമില്ലാത്ത രൂപത്തിൽ പാസും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. ലൂക്കാസ് പക്വേറ്റ പരിക്കുണ്ടായിരുന്നു. ആദ്യ പകുതിയുടെ അവസാനത്തിൽ പിൻവലിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 6.8. മുന്നേറ്റത്തിൽ ഡ്രയാൻ്റെ റേറ്റിംഗ് 7.4. മാത്യാസ് കുഞ്ഞയുടെ റേറ്റിംഗ് 6.3. വിനി ജൂനിയർ മികച്ചൊരു നീക്കം നടത്തി, പക്ഷേ പോസ്റ്റിലേക്ക് അടിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 7.6. ബ്രസീലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ ഒരു റേറ്റിംഗിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എൻട്രിക്ക് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ വന്നു. മുന്നേറ്റത്തിനിടയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ, ഒരു എനർജി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. റേറ്റിംഗ് 6.3. ഗബ്രിയൽ മാർട്ടിനെല്ലി കളിയുടെ 66-ാമത്തെ മിനിറ്റിൽ കുഞ്ഞയ്ക്ക് പകരം വന്നു. ഒടുവിൽ ബ്രസീലിൻ്റെ വിജയ ഗോൾ നേടിയതും അദ്ദേഹമാണ്. റേറ്റിംഗ് 7.4. ഫാബിഞ്ഞോ വന്നത് 90-ാമത്തെ മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ കാസമിറോക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് പകരം വന്നതാണ്. 6.6 റേറ്റിംഗ്. പിന്നെ അവസാന ഘട്ടത്തിൽ ഡാനിലോ സാന്റോസ് വന്നിരുന്നു. അദ്ദേഹത്തിന് അധികം സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് റേറ്റിംഗ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ബ്രസീലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ ഒരു റേറ്റിംഗ് കാര്യങ്ങളൊക്കെ. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം 2-1 വിജയം. ബ്രസീൽ റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.